അഭിമന്യുവിൻ്റെ സഹോദരനായ പ്രജിത്ത് ജനൻ ടി വിയോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു കോടതിയിൽ സുപ്രധാനമായി സൂക്ഷിക്കേണ്ട രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എത്രത്തോളം ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണത്? ഞാനതിപ്പോൾ രാത്രി ഒരു 11 മണിയോട് കൂടിയാണ് ആ വാർത്ത അറിയുന്നത്. നമ്മളിത് ഈ കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നീതി കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ഈ രേഖകൾ കാണാണ്ട് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഗൗരവമായിട്ട് അന്വേഷിക്കണം. അതായത് ഇതിൻ്റെ പിറകിൽ ആരാണ്, ഇത് എങ്ങനെ പോയി, ഇത് ഈ രേഖകൾ എങ്ങനെ കാണാണ്ട് പോയി എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു ചില കാര്യങ്ങളാണ്. വിചാരണ നടക്കുന്ന സമയത്ത്, വിചാരണ നടക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ആ സമയത്താണ് ഈ രേഖകൾ കാണാണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്, അപ്പോൾ അവർക്കിതിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ രേഖകളെല്ലാം എത്രയും വേഗം തിരിച്ച് കണ്ടെത്തി അവർക്ക് ശിക്ഷ ഒന്ന് ഉറപ്പാക്കണം. എത്രയും വേഗം ഈ രേഖകളൊന്ന് തിരിച്ചെടുത്ത് ഈ കേസിൻ്റെ വിചാരണകൾ എത്രയും വേഗം തന്നെ പുനരാരംഭിക്കുമെന്നാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. ഈ ഒരു രേഖകൾ പോയി എന്ന് പറഞ്ഞപ്പോൾ അത് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാക്കിയോ നിങ്ങൾ? ഉറപ്പായിട്ടും, സത്യമായിട്ടും അത് ഞെട്ടലുണ്ടാക്കിയതാണ്. രാത്രി അത് കണ്ടപ്പോഴത്തേനും ചെറിയൊരു വിഷമം ഫാമിലിയിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായി. അപ്പം ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളങ്ങനെ പോകുന്നില്ല. ഇത് രേഖകൾ കണ്ടുപിടിച്ച് എന്തായാലും പോലീസ് അവരുടെ രേഖകളെല്ലാം അന്വേഷിച്ചാണല്ലോ കോടതിയിൽ കൊടുത്തേക്കുന്നത്. വിചാരണ പറഞ്ഞ സമയത്താണല്ലോ ഈ പേപ്പർ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ എത്രയും വേഗം രേഖകൾ കണ്ടെത്തി കേസുകൾ പെട്ടെന്ന് ഇതൊന്നു വിചാരണയ്ക്ക് അടുത്ത് ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് നമുക്കിത് പറയാനുള്ളത്. കേസ് നീണ്ടുപോകുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലവിലുണ്ട്. പേപ്പർ കാണാണ്ട് പോയ സ്ഥിതിക്ക് കേസ് നീളും എന്നുള്ളതാണ് ചെറിയൊരു സംശയമുള്ളത്. അതുകൊണ്ടാണ് എത്രയും വേഗം രേഖകളൊന്ന് വീണ്ടെടുക്കുക എന്നുള്ളത് നമുക്ക് കുടുംബക്കാർക്ക് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അത്തരത്തിലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ നിന്ന് രേഖകൾ പോയത് എങ്ങനെ, അതിന് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ഈ രേഖകൾ അടിയന്തരമായി തന്നെ കണ്ടെത്താനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഈ അഭിമന്യുവിൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 2018 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതിനുശേഷം 6 വർഷം എടുക്കുന്നു നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസ് വിചാരണ നടപടികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കേസ് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ആ സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഒരു രേഖകൾ കണ്ടെത്തിക്കൊണ്ട് ഈ വിചാരണ നടപടികൾ ഉടനെ ആരംഭിക്കണം. കൂടാതെ ഈ ഒരു രേഖകൾ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളത് അടിയന്തരമായി തന്നെ പരിശോധിക്കണം എന്നൊരു ആവശ്യവുമാണ് അഭിമന്യുവിൻ്റെ കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നത്.